മാന്യ സദസ്സിന് വിനീതമായ കൂപ്പുകൈ. വിദ്യാർത്ഥികൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനു വേണ്ടി ഗുരു അരുളിയ മഹത് സ്തോത്രമായ ദൈവദശകത്തിന്റെ വ്യാഖ്യാനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 1914 ഗുരു രചിച്ച അനശ്വരമായ സ്തോത്രമാണ് ദൈവദശകം. ഈ പ്രപഞ്ചവും അതിലെ സർവജീവജാലങ്ങളും ദൈവവും ഒന്നു തന്നെയാണെന്ന പരമാർത്ഥമാണ് ഗുരു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദൈവത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേര് പരാമർശിക്കാതെ മാനവരാശിക്കാകെ ഒത്തുചേർന്ന് ആലപിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗുരു ഇത് പാകപ്പെടുത്തിയിട്ടുള്ളത്. ഉപനിഷത്ത് യുക്തി രഹസ്യത്തിലൂടെ മാത്രമേ ഈ സ്തോത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കൂ. ഉപനിഷത്തുകളിൽ ദൈവത്തെ പേരിട്ട് വിളിക്കുന്നില്ല. ദൈവത്തെ കുറിക്കുന്ന ഭാഗത്ത് അത് എന്നാണ് പരാമർശിക്കുന്നത്. ഇതുപോലെ ദൈവത്തെ പേരിട്ട് വിളിക്കാതെ ദൈവമഹിമയെ അനാവരണം ചെയ്ത് പ്രകീർത്തിക്കുന്ന മഹത് സ്തോത്രമാണ് ദൈവദശകം. ദൈവത്തെ പേരിട്ട് വിളിക്കാതെ ദൈവമഹിമയെ അനാവരണം ചെയ്ത് പ്രകീർത്തിക്കുന്ന 10 പദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്തോത്രത്തിന് ദൈവദശകം എന്ന് പേരുള്ളത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അല്ലയോ ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളുകണമേ. ജനനം, ജീവിതം, മരണം എന്നിവയാകുന്ന സംസാര സമുദ്രത്തെ കടത്തുന്ന നാവികനാണ് അവിടുന്ന്. അതിനുള്ള ഏറ്റവും വലിയ ആവിക്കപ്പലാണ് അങ്ങയുടെ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും തൊട്ട് തൊട്ട് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണാൻ യാതൊരു വസ്തുവും ഇല്ലാതായിത്തീരുന്നു. ഈ അവസരത്തിൽ കണ്ണുകൾ എങ്ങനെ നിശ്ചലമായി നിൽക്കുമോ, അതുപോലെ എൻ്റെ ഉള്ളം യാതൊരു സ്പന്ദനവുമില്ലാതെ നിശ്ചലമായി അങ്ങയിൽ ലയിച്ച് പരിലസിക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അല്ലയോ ദൈവമേ, അന്നം, വസ്ത്രം എന്നിവ യാതൊരു മുട്ടും കൂടാതെ തന്ന് രക്ഷിക്കുകയും ധന്യരാക്കുകയും ചെയ്യുന്ന അങ്ങ് ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാനായിട്ടുള്ളത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. അല്ലയോ ദൈവമേ, ആഴി, തിര, കാറ്റ്, ആഴം എന്നിവ എങ്ങനെ വേറിടാതെ നിൽക്കുന്നുവോ, അതുപോലെ ഞാനും മായയും നിന്റെ മഹിമയും ഒന്നു തന്നെയാണെന്നുള്ള സത്യം അനുഭവിച്ചറിയുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും
സാമഗ്രിയായതും. അല്ലയോ ദൈവമേ, നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സ്രഷ്ടാവ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സർവ്വതും നീ തന്നെയാണ്. സൃഷ്ടിക്കു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സർവ സാമഗ്രികളും നീ തന്നെയാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ ദൈവമേ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അല്ലയോ ദൈവമേ, നീ തന്നെയാണ് മായ, നീ തന്നെയാണ് മായാവി. മായയെ ഉപയോഗിച്ച് വിനോദിക്കുന്നതും നീ തന്നെയാണ്. മായയെ അകറ്റി സായുജ്യം നൽകുന്ന ഗുരുവും നീ തന്നെയാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അല്ലയോ ദൈവമേ, നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഒന്ന് ചിന്തിച്ചാൽ ത്രികാലങ്ങളായ വർത്തമാനവും ഭൂതവും ഭാവിയും ഒന്നു തന്നെയാണെന്ന് വെളിവാക്കപ്പെടുന്ന മൊഴിയും നാദവും നീ തന്നെയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അല്ലയോ ദൈവമേ, അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഹിമ നിറഞ്ഞ നിന്റെ പദത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ജയിച്ചാലും. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. അല്ലയോ ദൈവമേ, ദീനന്മാരെ രക്ഷിച്ച് അനുഗ്രഹിക്കുന്ന മഹാദേവനായ അവിടുന്ന് ജയിച്ചാലും. ചിദാനന്ദ ജയിച്ചാലും, കാരുണ്യക്കടലേ ജയിച്ചാലും. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അല്ലയോ ദൈവമേ, ആഴമേറിയ മഹസ്സാകുന്ന നിന്റെ ആഴിയിൽ ഞങ്ങൾക്ക് നിത്യവും സുഖകരമായി വാഴണം. ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ സുഖം അനുഭവിച്ചറിയുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും. നന്ദി.